ശരിക്കും അമ്മയെ കൂടെ കൊണ്ടുവരണമായിരുന്നു. 9 വീടുണ്ടെങ്കിൽ 9 ഗോളത്തിന്റെ 9 ദിക്കില്ല. അമ്മയ്ക്കതറിയാം. അതല്ലേ നമ്മളെ തന്നെ പറഞ്ഞയച്ചത്. തെണ്ടിരാമികളെ രണ്ടും കൂടി പോയി തെണ്ടിക്കോട്ടെ എന്ന് കണക്കാക്കി കാണും. ആരോ ഇങ്ങോട്ട് പറഞ്ഞുണ്ട്. ഇങ്ങോട്ടാ? ആരായതിപ്പോ? എന്താണ്ടാ ഇത്? വേല കാണാൻ നിക്കണ പോലെ? ഈ മണ്ണാർത്തൊടിയിലെ വീട്? ഈ മണ്ണാർത്തൊടി എന്താ സംഗതി? എവിടുന്നാ? ഞങ്ങള് ടൗണിന്നാ. ആ തോന്നി. എന്താ ഇപ്പൊ മണ്ണാറത്തൊടിയിലേക്ക് പോയിട്ട്? ഞാൻ തന്നെ മണ്ണാറത്തൊടി. അതുകൊണ്ടാ ചോദിക്കണേ. ജയകൃഷ്ണ മേനോൻ. ആ അത് തന്നെ. എങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്, കണ്ടിട്ടുമുണ്ട്. കോളേജിൽ എന്റെ 2 വർഷം സീനിയർ ആയിട്ടുണ്ടായിരുന്നു. ഓ, എന്താ കുട്ടിയുടെ പേര്? രഞ്ജിനി. രഞ്ജിനി? ഓർക്കാൻ വഴിയില്ല. പക്ഷേ അന്നത്തെ നിന്നൊക്കെ ജയകൃഷ്ണൻ എന്ത് മാറിപ്പോയി. ആ പിന്നെ മാറാതെ എങ്ങനെ? ആട്ടെ രഞ്ജിനി, നീ ഇപ്പൊ എന്താ ചെയ്യണേ? ടീച്ചർ. സ്കൂളിൽ പിള്ളേരെയും പഠിപ്പിച്ച് കഴിഞ്ഞു വിടുന്നു. കഴിഞ്ഞോ? എവിടാ കക്ഷി? പുറത്താ. പുറത്തെന്ന് പറയുമ്പോ? സൗദിയില്. ഓ, അപ്പൊ ആണ്ടിലൊരിക്കലാ കാണല്. ആ, ഇപ്പൊ ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. കഷ്ടം തന്നെ അല്ലേ? ഞങ്ങള് ഒരു ക്ഷണനത്തിന് വന്നതാ. ക്ഷണനോ? എന്തിന്റെ? ഒരു സപ്തതിക്ക്. സപ്തതി എന്ന് പറയുമ്പോ 70 വയസ്സ് അതല്ലേ? കണ്ടിട്ട് അത്രയ്ക്ക് കൊണ്ട് തോന്നുന്നില്ലല്ലോ രണ്ടാൾക്കും. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ മുത്തശ്ശിക്ക് 70. ആരുടെ മുത്തശ്ശി? ഞങ്ങളുടെ രണ്ടാളുടെ. ഇത് രാധ, അച്ഛമ്മയുടെ മോള്, എന്റെ അച്ഛന്റെ അനിയത്തിന്റെ മോള്. ഞാനിപ്പോ ടൗണില് ഇവരുടെ ഒപ്പാ താമസിക്കണേ. എന്നാ ഇതിപ്പോ? 7th. അടുത്ത മാസം. ഈ മാസം ഇനിയിപ്പോ 7th ഇല്ലല്ലോ. ആ, എനിക്ക് വരാൻ പറ്റില്ല. വേണമെന്നില്ല, ഞങ്ങള് പെണ്ണുങ്ങളെ ക്ഷണിക്കാൻ വന്നവരാ. മാലിനി ചേച്ചിയും ശ്രീദേവിക്കുട്ടിയും കാർത്തികമ്മയൊക്കെ ഉണ്ടല്ലോ. അവരാരെങ്കിലും വരാണ്ടിരിക്കില്ല. അവരെയൊക്കെ എങ്ങനെ അറിയാൻ തനിക്ക്? അതോ, മാലിനി ചേച്ചിയുടെ മരിച്ചുപോയ ഹസ്ബൻഡില്ലേ കുഞ്ഞികൃഷ്ണേട്ടൻ? അതെ. കുഞ്ഞികൃഷ്ണേട്ടന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് KR പാരാത്ത്. KRന്റെ സിസ്റ്ററിനെ കെട്ടിരിക്കുന്നത് രാധയുടെ ഫാദറാ. അതായത് എന്റെ അമ്മയുടെ ചേട്ടൻ ഭാസ്കരൻ മാമ. അപ്പൊ തിരുവാർപ്പത്ത് അവിടുത്തെ തന്നെ. ഇപ്പോഴാ ആളെ തിരിഞ്ഞത്. നിന്റെ ഒരു ചേട്ടനില്ലേ ഈ വാരികയിലൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന ഒരു കക്ഷി, മാധവൻ? ഉണ്ട്. അപ്പൊ നീ ഇവിടെ വന്നിട്ടുണ്ട്? ഉണ്ട്, വളരെ പണ്ട്. എന്ത് പെട്ടെന്ന് നീ പണ്ടാരങ്കരയും വളർന്നത്. ഇവളിവിടെ വരുമ്പോ ഒരു താക്കോലോളം ഉണ്ടായിരുന്നുള്ളൂ. മാധവന്റെ സൈക്കിളിന്റെ ഹാൻഡിൽ ബാറുമേലിരുന്ന് ഈ പാടവരമ്പത്തൂടെ വരുന്ന കാലത്ത് ഇവള് ഈ ഗൗളിയുടെ മറ്റും കുഞ്ഞില്ലേ, അത് മാതിരി ഇരുന്നതാ. അപ്പോ വീട്ടിലേക്ക് വരില്ലേ? ആ നോക്കാം. ഇവിടുന്ന് നേരെ അങ്ങ് നടന്നാ മതി. ചെന്ന് കയറുന്ന നമ്മുടെ അടയ്ക്കാത്തോട്ടത്തിലാ. അവിടെ എത്തുമ്പോഴേക്ക് വീട് കാണാറാവും. നേരെ നടന്നോ. അതെ, നിന്റെ പേരെന്താ പറഞ്ഞ? രാധ. ആ, രാധ. പിന്നെ വലിയ പരിചയം അടുപ്പമില്ലാത്ത ആൾക്കാരെ കയറി എടി അവളെന്നൊക്കെ സംബോധന ചെയ്യുന്നത് എന്താ കുട്ടിയത്? പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വട്ടമോറിന്റെ ഒരു കൾച്ചർ? പെൺകുട്ടിയെ ഇഷ്ട എന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ചേടാ, എന്നാൽ അത് ആ കുട്ടി ഇവിടെ ഉള്ളപ്പോ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കില് എങ്കിൽ ഞാൻ മെല്ലെ രഞ്ജിനിയോട് ചോദിക്കായിരുന്നു. രഞ്ജിനി അവളോട് വശമായിട്ട് ധരിക്കാനല്ലോ. എന്തിനാ ഇപ്പൊ അങ്ങനെ വളഞ്ഞിട്ട് മൂക്കേ തൊള്ളേ? എനിക്ക് അവളോട് നേരിട്ടാ പറഞ്ഞൂടെ? പറഞ്ഞാലെന്താ, ചാടിക്കടിക്കോ? എങ്ങനെ പറയാൻ പറ്റും ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചാൽ അവരിവിടെ ഒന്ന് എടുത്തോണ്ട് പോകും. അതൊന്നും എന്റെ മിടുക്കൊന്നും ഇല്ലടാ പൊണ്ണാ. ജസ്റ്റിസ് തമ്പുരാന്റെ മോനാന്നൊരു ഖ്യാതി ഉള്ളതുകൊണ്ടാ.
അല്ലാണ്ട് പിന്നെ നിന്നെ കെട്ടാൻ ബുദ്ധിയും പരിഷ്കാരമുള്ള ഒരു പെണ്ണ് തയ്യാറാവുന്ന ഒറ്റ ഒഴി. ജേഷ ഇപ്പൊ വല്ല അടിക്കും. എല്ലാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ 1.5 മണിക്കൂർ സ്റ്റക്കാ. പറഞ്ഞേക്കാം. ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കോടോ. നീ എന്താ ധരിച്ചിരിക്കണേ? എടാ ഇത് നമ്മടെ കോളേജാ. നമ്മള് 4 കൊല്ലം കിടന്ന് വിലസിയ സ്ഥലാ. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന വിദ്വാൻ ആദ്യം മദ്യം തൊടണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അറിയോ? അന്ന് മൂപ്പര് പ്രൊഫസറാ. ചെല്ല് ചെല്ല്, ആമ്പിള്ളാരെ സൂക്ഷിച്ചോണ്ടാ മതി. എന്താ ആമ്പിള്ളാര്? ഞാൻ കുട്ടിയെ നോക്കിയാ വന്നത്. നീ വരൂ. വരൂന്നേ. അതെ, കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്താ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടച്ചാ ഇപ്പഴാ പറയണം. എന്തിനാ ഇപ്പൊ വെറുതെ മനസ്സിനൊരു സ്വൈരക്കേട്? എത്ര ദിവസമായി ഈ സ്വൈരക്കേട് തുടങ്ങിയിട്ട്? നിന്നെ കണ്ട അന്ന് മുതൽ. എന്നാ അതങ്ങ് മാറ്റിയായിരിക്കും നല്ലത്. അതെ, സീരിയസ് ആയിട്ട് തന്നെയാണ്. ഉടനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിട്ടല്ല, പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്ത്. നിങ്ങൾ ഇതെന്താ കാലത്ത് കോളേജിൽ വന്ന് കയറിയിട്ട്? ഇതിപ്പോ കിടന്നിട്ടൊരു സീൻ സൃഷ്ടിക്കാനല്ല. മറുപടി എന്നോടായിട്ട് പറയാൻ വേണ്ട. മാലിനി ചേച്ചിയോ രഞ്ജിനിയോ ആരെങ്കിലും ചോദിക്കും, അവരോട് മറുപടി പറഞ്ഞാൽ മതി. അതുവരെ ഈ സ്വൈര്യക്കേട് അങ്ങനെ തന്നെ നിന്നോട്ടെ. അതെനിക്കിഷ്ടാ. മാലിനി ചേച്ചിയോട് രഞ്ജിനി ചേച്ചിയോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോ കേട്ടതിനേക്കാൾ കഷ്ടമെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തെങ്കിലും ഒരു സ്വൈര്യക്കേട് വേണമെന്നല്ലേ ഉള്ളൂ. എന്നെ ഒഴിവാക്കിയേക്കൂ പ്ലീസ്. എക്സ്ക്യൂസ് മീ. കൈകാര്യം ചെയ്യാം. അറിയുന്ന ആളാണോ? അതെ, കാലത്ത് പോരുമ്പോ രാധയ്ക്കൊരു മൂലക്കുരുവിന്റെ അസ്ഥിത ഉണ്ടായിരുന്നേ. മൂലക്കുരല്ലേ? നിങ്ങളൊക്കെ എന്താ പറയാ? പൈൽസ്. പൈൽസ്. അത് തന്നെ. അതെങ്ങനെയെന്ന് അറിയാൻ വേണ്ടിട്ട് അവളുടെ അമ്മ എന്നെ പറഞ്ഞു വിട്ടതേ. ഞാൻ ആ കാര്യം ചോദിച്ചതും അതാ പൊട്ടി. അതിന്റെ ഒരു ചൂടാ. സാരമില്ലേ കുട്ടിയെ, ഒരിത്തിരി നേരം കൂടെ വേനിക്കും. കാര്യാക്കാനല്ല. നീ ആ ക്ലാസ്സിൽ പോയിരുന്നേ? കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളിനി പോകുന്നു. പോയിട്ട് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ? നാരങ്ങ വെള്ളം
ഇന്നിപ്പോ ഈ നേരത്ത്